لنا واغفر لنا رمضان يا واسع الكرم على حبيبك خير الخلق كلهم. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമാലുകൾ സ്വീകരിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. വളരെ വേണ്ടപ്പെട്ട പലരും ചികിത്സയിലാണ്, രോഗാതുരത്തിലാണ്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത് പൂർണ്ണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മൻഷർ ദുബായ് ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന റമദാൻ മുന്നൊരുക്കം എന്ന ആശയത്തിലുള്ള സൂം പ്ലാറ്റ്ഫോമിലെ പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. എങ്ങനെ റമദാനിന് വേണ്ടി ഒരുങ്ങാം എന്നുള്ളതാണ് ഈ ക്ലാസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ആവരുത് റമദാൻ കടന്നു പോകുന്നു, മറിച്ച് റമദാൻ എന്ന പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കെല്ലാവർക്കും ആത്മീയമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാസമാവണം റമദാൻ. എന്താണ് റമദാനിന്റെ ലക്ഷ്യം? പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് റമദാൻ മാസത്തിന് ഉള്ളത്. എന്താണ് ആ 2 ലക്ഷ്യങ്ങൾ എന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒന്ന്, നമ്മുടെ നന്മയുടെ തട്ട്, തുലാസ് ഭാരമുള്ളതാക്കണം. കുറേ കർമ്മങ്ങളെ കൊണ്ട്, നന്മകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. യഥാർത്ഥത്തിൽ റമദാനിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത റമദാനിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, നന്മകൾക്ക് കൂടുതൽ കൂലിയായിരിക്കും. സാധാരണ ഉള്ളതുപോലെ അല്ല റമദാനിലെ കർമ്മങ്ങൾക്കുള്ള കൂലി. ഉദാഹരണം പറഞ്ഞാൽ അമലുഹു മുളാഅഫുൻ, ഹദീസിൽ കാണാം, നോമ്പുകാരന്റെ കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമാണ്. ഒരു നന്മക്ക് കൂടുതൽ കൂലി ഉണ്ടാവുന്നത് 3-ൽ ഒരു കാരണം കൊണ്ടായിരിക്കും. ഒന്നുകിൽ ആ കർമ്മം ചെയ്യുന്ന സ്ഥലത്തിന്റെ മഹത്വം കൊണ്ടായിരിക്കും. ഉദാഹരണത്തിന് മക്ക എന്ന നാട്ടിൽ വെച്ച് ചെയ്യുന്ന നന്മ, ഹറമിൽ വെച്ച് ചെയ്യുന്ന നന്മ, അവിടുത്തെ നന്മ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പ്രതിഫലം ഉള്ള നന്മയാണ്. അതൊരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. അത് ഏത് നന്മ ചെയ്താലും, നിസ്കാരം മാത്രമൊന്നുമല്ല, ഹറമിൽ വെച്ച് തസ്ബീഹ് ചൊല്ലിയ കൂലി 1,00,000. നിസ്കാരങ്ങൾക്ക് കൂടുതൽ കൂലിയുണ്ട്. ചിലപ്പോൾ കൂടുതൽ കൂലി ലഭിക്കുന്നത്
സമയത്തിന്റെ കാലത്തിന്റെ മഹത്വം അനുസരിച്ചിട്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ കൂലിയുണ്ട്. ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ കൂലിയുണ്ട്. ഉദാഹരണം നോക്കാം. റമദാനിലുള്ള ഉംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ്. കഴിഞ്ഞ കൊല്ലം മാട്ടൂൽ മൻഷദ് തന്നെ സംഘടിപ്പിച്ച ഇതേ പരിപാടിയിൽ ഈ ഹദീസ് ഞാൻ പറഞ്ഞ ഇത് എനിക്ക് ഓർമ്മയുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അങ്ങനെ ഓർമ്മ വന്നു എന്ന് വെച്ചാൽ, ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപാട് മനുഷ്യര് ഇപ്രാവശ്യം റമദാനിൽ ഉംറക്ക് പോകാൻ തീരുമാനിച്ചു ഉസ്താദെ, മൻഷദ് ചാപ്റ്റർ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ നിന്നാണ് പ്രചോദനം ഉണ്ടായത് എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ഖബൂലിയത്ത് നൽകട്ടെ, നമുക്ക് ഒരുപാട് ഖൈറുകൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. റമദാനിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നത് 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. ചുരുങ്ങിയതാണത്. റമദാനിലുള്ള ഒരു തസ്ബീഹ് 1000കണക്കിന് തസ്ബീഹിന്റെ കൂലിയാണ്. അതൊരു സമയത്തിന്റെ പവറാണ്. ഇനി ചിലപ്പോൾ വ്യക്തിയുടെ മഹത്വം അനുസരിച്ച് കൂലി കൂടും. ആലിമിന്റെ 2 റക്അത്ത് സാധാരണക്കാരന്റെ 1000 റക്അത്തിനേക്കാൾ പവർ ഉണ്ടാവും. കാരണം അവർക്ക് എല്ലാം അറിയാം നിസ്കരിക്കുമ്പോ ഒക്കെ. അതാണ് അതിന്റെ ഒരു അകക്കാമ്പുള്ള നിസ്കാരമായിരിക്കും. ഇങ്ങനെ കൂടുതൽ കൂലി അള്ളാഹു നമുക്ക് നൽകുന്നത് എന്തിനാണ്? നമ്മളെ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെട്ടു കിട്ടാൻ. ഇനി അഥവാ ആരെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഗീബത്തോ നമീമത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ വന്നിട്ട് കലാപം ഉണ്ടാക്കും ആഖിറത്തിൽ. ഒരു കൂലി റമദാനിലാണെങ്കിൽ ഇയാൾ ചൊല്ലിയ തസ്ബീഹിന് 1000 തസ്ബീഹിന്റെ 99 നന്മകൾ ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു അള്ളാന്റെ ഞാൻ ശരിക്കും കൂടുതൽ കൂലി കൊടുക്കുന്ന ഇമാം നൈസബൂരി, ഇമാം ബൈഹഖി റളിയല്ലാഹു ഇതിന് ശരിക്ക് നമ്മൾ റമദാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ന് ചിന്തിക്കുക. പരമാവധി മുതലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകും. അത് നമുക്ക് കഴിയണം. അവര് ജീവിതത്തിൽ കിട്ടിയാൽ മതിയായിരുന്നു. കാരണം റമദാൻ മതി നമുക്ക് നന്നായി കിട്ടാൻ. ഉസ്താദ് അവിടെ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, സൗണ്ട് മൊത്തം ബ്രേക്ക് ആവുന്നുണ്ട്.
ഇപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മയുടെ ഏട് കനം കൂട്ടാൻ, ധാരാളം നന്മകൾ വാരിക്കൂട്ടാൻ റമദാനെ നമ്മൾ ഉപയോഗിക്കണം. ഒരൊറ്റ സമയം കളയൂല എന്ന് തീരുമാനിക്കണം. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു റമദാന്റെ പകലിലായാലും രാത്രിയായാലും ഉറങ്ങാറില്ലത്രേ. റമദാന്റെ പകലിലും ഉറങ്ങൂല, രാത്രി ഉറങ്ങൂല. പകലിൽ കൃഷിയും മറ്റ് ജോലിയൊക്കെ ഉണ്ടെങ്കിലും ആ ക്ഷീണമൊന്നും രാത്രി കാണിക്കൂല. ഫുൾ ടൈം ഇബാദത്ത്, ഫുൾ ടൈം ഇബാദത്ത്. ബാക്കി പിന്നീട് ഉറങ്ങാം എന്നവർ ചിന്തിക്കും. അത്രയൊന്നും നമുക്കാവില്ലെങ്കിലും, അത്രയൊന്നും നമുക്ക് ഈമാനില്ലെങ്കിലും റമദാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു, തീർന്നല്ലോ. അതുകൊണ്ട് എന്നാണ് മാസം കാണുന്നത് ആ സെക്കൻഡ് മുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി കിട്ടുന്ന കാല. നമ്മൾ പണ്ടേ അത് കേട്ടത് കൊണ്ട് അത് വലിയ പോയിന്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നൂല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്ത ഒരു ഫർളാവോ? അതിന്റെ കൂലി കിട്ടോ? 10,000 ഇട്ട് നിസ്കരിച്ച സുബീന്റെ പകരാവോ? രണ്ടും സുന്നത്ത് കാലം ആകെ റമദാനേ ഉള്ളൂ, അത്രേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, 2 പേർ, ഒരാൾ ഷഹീദായി മരണപ്പെട്ടു, മറ്റേയാൾ പിറ്റത്തെ കൊല്ലം സാധാ പോലെ മരിച്ച ആളാണ്. 2 പേരും സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ഞാൻ കരുതി ഷഹീദായ ആളായിരിക്കും ആദ്യം സ്വർഗത്തിലെത്തുക. പക്ഷേ എന്റെ ചിന്തക്കപ്പുറത്താണ് സംഭവിച്ചത്. പിറ്റത്തെ കൊല്ലം സാധാ പോലെ മരണം വരിച്ച ആളാ സ്വർഗത്തിൽ ആദ്യം എത്തിയത്. എന്താ നബിയെ അതിന്റെ കാരണം ഉണ്ടാവുക? ഷഹീദിന് വലിയ മഹത്വം ഉണ്ടെന്നല്ലേ തങ്ങൾ ക്ലാസ്സിൽ ഉടനീളം നമ്മളെ പഠിപ്പിച്ചത്? നമ്മൾ വിചാരിച്ചതിൽ അപ്പുറത്താണല്ലോ സംഭവിച്ചത്. അതിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, മറ്റേയാള് പിറ്റത്തെ കൊല്ലം മരിച്ചു എന്ന് പറയുമ്പോഴേ ഒരു റമദാൻ എക്സ്ട്രാ കിട്ടിയില്ല മൂപ്പർക്ക്, അത് മതി. റമദാൻ അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ നിഅമത്താണ് റമദാൻ. മുതലെടുക്കണം, വാരിക്കൂട്ടണം. 22 റവാത്തിബും റമദാനിൽ നിസ്കരിക്കണം എല്ലാ ദിവസവും. ബാക്കി എല്ലാ കാലത്തും നമുക്കത് നടക്കൂല. റമദാനിലെ 5 വക്തിൽ ഒന്നുപോലും ജമാഅത്ത് മിസ്സാക്കൂല എന്ന് തീരുമാനിക്കണം. കോടിക്കണക്കിന് പ്രതിഫലം ഏടിൽ നിറച്ചു വെക്കണം. ളുഹനിസ്കാരം, തഹജ്ജുദ്, വിത്ർ ഒന്നുപോലും മിസ്സാവൂല എന്ന് തീരുമാനിക്കണം. ഒരു 27-ാം രാവിലെ തസ്ബീഹ്സ്കാരം കൊണ്ട് മാത്രം ഒതുക്കരുത്. കാര്യമായിട്ട് ഷാഫി ഇമാമൊക്കെ പറഞ്ഞല്ലേ 21-ന് സാധ്യത ഉണ്ട്. ഈ ഷാഫി ഇമാമിന് ഈ ഹദീസൊക്കെ അറിയില്ലേ? ഇല്ലേ? ഇപ്പോൾ റമദാൻ നമ്മുടെ നന്മയുടെ ഏട് വാരിക്കൂട്ടാനാണ് റമദാൻ ഉപയോഗിക്കേണ്ടത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ചയെ കുറിച്ച് പറയുന്ന ഒരു വർത്താനുണ്ട്. എന്താ വർത്താനം എന്ന് പറയുന്നത്? വെള്ളിയാഴ്ചനെ കുറിച്ച് പറയുന്നത്, എടാ മോനെ, ആഴ്ചയിൽ 6 ദിവസവും നീ ദുനിയാവിനെ എടുത്തോളി, നോ വറീസ്. വെള്ളിയാഴ്ച അത് നിന്റെ ആഖിറത്തിന് വേണ്ടി ആവണം. ഇതേപോലെ നീ മാസത്തിലെല്ലാം, വർഷത്തിലെ ഏത് മാസവും നീ അങ്ങനെ പോട്ടെ, റമദാന് അത് നിന്റെ ആഖിറത്തിലേക്ക് വേണ്ടി ആക്കണം. അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ് റമദാൻ എന്നുള്ളത്. റമദാനിൽ ജീവിക്കൽ തന്നെ ഒരു നിയമത്താണ്. കാരണം എന്റെ വനോമുഹു ഇബാദ, നോമ്പുകാരന്റെ ഉറക്കം തന്നെ ഇബാദത്താണ്. ഓരോന്നും ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇബാദത്ത് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തരുത്. ഒരു സെക്കൻഡ് പോയ തന്നെ. ഇന്നലെ രാത്രി ഒറ്റയിട്ട രാവാണല്ലോ, കുറെ ഉറക്കമില്ലല്ലോ, ഇന്ന് പകല് കുറച്ച് ഉറങ്ങാമെന്ന കടം വീട്ടലിന്റെ ചിന്തയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് മഹാന്മാര് പറഞ്ഞത്, ഒറ്റയിട്ട രാവിന്റെ അതേ മഹത്വം തന്നെ പിറ്റേന്ന് പകലുണ്ട്. കാരണം ഇന്നലെ ഒറ്റയിട്ട രാവിൽ തതനസ്സലു അലൈഹിമുൽ മലായിക എന്ന് പറഞ്ഞ പോലെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തനസ്സലുൽ മലായിക, മലക്കൾ ഇറങ്ങി വരും ഒറ്റയിട്ട രാവിലെ ഇങ്ങോട്ട് താഴേക്ക്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക്. പിറ്റേന്ന് പകൽ
അങ്ങോട്ട് കയറി പോകും. മലക്കൾ ഇവിടെ തന്നെ ഉണ്ട്. ഒന്ന് ഇറക്കം, മറ്റൊന്ന് കയറ്റം എന്നേ ഉള്ളൂ. മലക്കളെ സാന്നിധ്യം കൊണ്ട് ലൈലത്തുൽ ഖദറിന് ഇത്രയും പവർ കിട്ടിയതിന്റെ ഒരു കാരണം ആ മലക്കൾ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എങ്ങനെ പകലുറങ്ങി തീർക്കുക? നഷ്ടപ്പെടുത്തരുത്. ഇബ്നു ഹജർ തങ്ങൾ ഈ വിഷയത്തിൽ ഒരു കിതാബിന്റെ എഴുതിയിട്ടുണ്ട്. ഇത്ഹാഫു അഹ്ലിൽ ഇസ്ലാം ബി ഖുസൂസിയാത്തി സിയാം എന്നാണ് കിതാബിന്റെ പേര്. നഷ്ടപ്പെടുത്തരുത്. റമദാൻ അതിന്റെ ഏറ്റവും മുതലെടുക്കേണ്ട ഒരു പാർട്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഉറങ്ങിക്കളയരുത്. പരമാവധി എല്ലാത്തുനിന്നും മാറിയുന്ന ഖൈറിന് വേണ്ടി നമ്മൾ മത്സരിക്കണം. മഹാന്മാരുടെ റമദാനെ കുറിച്ച് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എല്ലാം മാറ്റിവെച്ച് ഖുർആനിൽ എൻഗേജ് ആവും. അത്ര റമദാനായാലും സർവ്വതിൽ നിന്നും മാറ്റി വെക്കും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. റമദാനിൽ ഖുർആൻ ഖുർആൻ ഖുർആൻ. റമദാനിൽ ഏറ്റവും കൂടുതൽ എൻഗേജ് ആവേണ്ടത് ഖുർആനാണ്. കുറേ സമയം ഖുർആൻ ഓതുമ്പോൾ ഒരാൾക്ക് നമ്മുടെ ഈമാന്റെ കുറവ് കൊണ്ട് മടുപ്പോ ക്ഷീണോ ഓർക്കോ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് തൽക്കാലം നിർത്തിയിട്ട് വല്ല ദിക്കറിലേക്കും കയറും. അങ്ങനെയാണോ എന്താ പറ്റുക? വേറെ നടന്നുകൊണ്ട് സ്വലാത്തും ദിക്കറും ചൊല്ലുക. ഇങ്ങനെ ഫുൾ ടൈം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോധം നമുക്ക് പലർക്കും ഇല്ല. അതുകൊണ്ടാണ് തറാവീസ്കരിക്കുന്ന ചെറുപ്പക്കാരനെ രാത്രി ബീച്ചിലേക്ക് പോകുന്നത്. കാരണം ഓ വിചാരിക്കണത് കയറ്റുമതി ചെയ്തല്ലേ, ഇനി കുറച്ച് ഇറക്കുമതി. എന്തൊരു കഷ്ടം എന്ന് പറയണ്ടേ. റമദാനെ ഫസ്റ്റ് ചെയ്യേണ്ടത് ബഹുമാനിക്കലാണ്. റമദാനെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെന്ത് റമദാൻ? റമദാൻ? ഈ റമദാൻ കൊണ്ട് നമുക്ക് എന്താ ആത്മീയമായിട്ടുണ്ടാവുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാൻ മുതലെടുക്കാൻ നമുക്ക് കഴിയണം. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. സമയം കളയാതെ ഇബാദത്ത് ചെയ്യും. വാരി കൂട്ടുക. ചെയ്ത് 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 നന്മകൾ ധാരാളമായി ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഒരു ലക്ഷ്യം. രണ്ടാമത്തത്, ലക്ഷ്യങ്ങൾ കുറേയുണ്ട്. പ്രധാനപ്പെട്ട 2 പറയുന്നു. ചിലപ്പോൾ വിശദീകരിക്കുമ്പോൾ 3, 4ലേക്കൊക്കെ എത്തും. ഞാനിത് കൂടുതലായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇമാം മുനാവി റളിയല്ലാഹു അൻഹു അർബഈൻ നവവിക്ക് എഴുതിയ ശർഹു അർബഈൻ നവവി എന്ന ഗ്രന്ഥത്തെ ആണ്. രണ്ടാമത്തെ ഒരു കാര്യം ലുത്ഫുൻ അലൽ മുഅ്മിനീൻ എന്നുള്ളതാണ്. റമദാൻ നോമ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, മുഅ്മിനീങ്ങളോട് നമുക്കൊരു കൃപ ഉണ്ടാവണം. അങ്ങനെ വേണം നമുക്ക്. പാവങ്ങളെ നല്ല സ്നേഹിക്കുന്ന മനസ്സ് രൂപപ്പെടണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ഹുബ്ബുൽ മസാക്കീൻ, പാവങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. ഒരാൾക്ക് അള്ളാഹിനോട് അങ്ങോട്ട് ഇഷ്ടമുണ്ട്, അള്ളാഹിന്റെ ഇഷ്ടം ഇങ്ങോട്ടുണ്ട് എന്നുള്ളതിന്റെ രണ്ടിന്റെയും അടയാളമാണ് ഹുബ്ബുൽ മസാക്കീൻ, പാവങ്ങളെ സ്നേഹിക്കുക. ഒന്ന്, ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങോട്ട് ഇഷ്ടമുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് ഹുബ്ബുൽ മസാക്കീൻ, പാവങ്ങളെ സ്നേഹിക്കുക. ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹ് കൊടുത്ത ഏറ്റവും വലിയ പ്രത്യേകത പാവങ്ങളെ സ്നേഹിക്കലാണ് എന്ന് മഹാന്മാര് ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ കിതാബിൽ കാണാം. ഇത്രയും വലിയ രാജാവായിട്ടും സുലൈമാൻ നബി അലൈഹി സ്വലാം പാവങ്ങളുടെ ഇടയിൽ പോയിട്ട് ഇരിക്കും അത്ര. അതെല്ലാം എടുക്കട്ടെ, റസൂലുള്ള അള്ളാഹുവിനോട് കാര്യമായിട്ട് ചോദിച്ചു വാങ്ങിയ കാര്യമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകിൻ. അള്ളാഹുവെ, പാവങ്ങളോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ തരണേ. റസൂൽ അള്ളാഹിനോട് ചോദിക്കണമെങ്കിൽ അതിന്റെ കടുപ്പത്രേ, അതിന്റെ കടുപ്പത്ര നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിന്റെ കടുപ്പത്രേ. അപ്പൊ ഒരാൾക്ക് ഈമാനിന്റെ മധുരം കിട്ടിയിട്ടുണ്ട്, സ്വർഗത്തിന്റെ താക്കോല് കയ്യിലുണ്ട് എന്നുള്ളതിന്റെ അടയാളാണ് ഒരാൾക്ക് പാവങ്ങളോട് സ്നേഹം ഉണ്ടാവുക. നബിതങ്ങളുടെ ഭാര്യയായ സൈനബ് ബിന്ത് ഹുസൈമ ബീവിന്റെ പേരെന്നെ ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളെ ഉമ്മ. ജാഫർ ബിൻ അബി ത്വാലിബ് തങ്ങളുടെ പേരെന്നെ അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മ എന്നാണ്. അലി റളിയല്ലാഹു അൻഹു പാവങ്ങൾ വിളിക്കുന്ന സൽക്കാരത്തിനൊക്കെ പോകും. നമ്മൾ വലിയ ഇഫ്താറിനല്ലേ പോകുള്ളൂ അല്ലെ? റമദാൻ ഉള്ളിലെത്തിയിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. പാവങ്ങളുടെ ഇഫ്താറിന് പോകാതിരിക്കല്. അലി റളിയല്ലാഹു അൻഹു പാവങ്ങൾ വിളിക്കുന്ന സൽക്കാരത്തിന് വേഗം പോകും. അവിടെ ഒന്നും ഉണ്ടാവുമെന്ന് ചെയ്യില്ല, ഉള്ളത് തിന്നിട്ട് വരും. തിന്നിട്ട് വരുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയും, എന്റെ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സൽക്കാരം ഉണ്ട്, വരണേ. പാവങ്ങളെ വിളിച്ചിട്ട്
ഇങ്ങോട്ട് സൽക്കാരം കൊടുക്കും. ഇബ്നു ഉമർ തങ്ങൾക്ക് എന്ത് ഫുഡ് കിട്ടിയാലും പാവങ്ങളുടെ കൂടെ പോയിട്ട് ഒന്നിച്ച് ഓഹരി വെച്ചിട്ട് തിന്നല പരിപാടി. ആ ഇത് വലിയ കാര്യമല്ലേ. സ്വർഗത്തിലെ അധികം ആളും പാവങ്ങളാണല്ലോ. എന്റെ അടുത്ത് ആദ്യ ഹൗദുൽ കൗസറിന്റെ അടുത്ത് വരുത്ത് പാവങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. സിറാത്ത് പാലത്തിലൂടെ ആദ്യം കടന്നു പോകുന്ന ആള് പാവങ്ങളാ. ലോകത്ത് ഇന്നേ വരെ വന്ന അമ്പിയാക്കൾ ആദ്യമായി ഫോളോ ചെയ്ത് ഉള്ളവരെല്ലാം പാവങ്ങളായിരിക്കും. അത് ഉറപ്പല്ലേ. ലോകത്തെല്ലാ മതസ്ഥാപനങ്ങളും എടുത്തു നോക്കിയ നിങ്ങള്, ഏത് മതസ്ഥാപനം എടുത്തു നോക്കിയാലും അവിടൊക്കെ പാവങ്ങളായ മുത്താലിങ്ങളാ കൂടുതലുണ്ടായിരുന്നു. ദീൻ പഠിക്കാൻ അവരാ കൂടുതൽ താല്പര്യവും കാണിക്കൽ. പാവങ്ങളോടുള്ള ഹുബ്ബ് അള്ളാഹു നൽകും ആർക്ക്? റമദാനിനെ മര്യാദയ്ക്ക് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് സ്വീകരിച്ച മനുഷ്യന്മാർക്ക് പാവങ്ങളോടുള്ള ഹുബ്ബ് നൽകും. അവന്റെ കൽബ് അങ്ങ് നന്നാവും. അതാണ് ആ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യാവും, മനസ്സിലാവും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ചു നോക്കാം. കിതാബിൽ കണ്ടതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾക്ക് വലിയ ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ അയാളിൽ കുറെ അടയാളങ്ങൾ ഉണ്ടാവും. ആ അടയാളങ്ങളിൽ ഏത് അടയാളം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പാവങ്ങളോടുള്ള സ്നേഹം എന്തായിട്ടുണ്ടാവുന്ന മഹാന്മാര് പറയണം. വൽ അത്ഫു അലൽ ഫുഖറാ, നോമ്പുകാരന് അള്ളാഹു കൊടുക്കുന്ന ഒരു പവർ അതാണ്. പാവങ്ങളോടുള്ള ഒരു 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 സ്നേഹം കൊടുക്കും. കാരണം ഫഇന്നഹു ലമ്മാ ദാഖൽ ജൂഅ അഹ്യാനൻ, വിശപ്പ് അനുഭവിക്കുമ്പോൾ ദക്കറ മൻ ഹാദാ ഹാലുഹു ഫീ കുല്ലിഹ ഔ ജുല്ലിഹ, ഞാൻ ആകെ കുറച്ച് നേരം ഉച്ചക്ക് നട്ടുച്ചക്ക് വെയിൽ കൊണ്ടിട്ട് വിശപ്പ് അനുഭവിക്കുമ്പോൾ, ദാഹം അനുഭവിക്കുമ്പോൾ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ ജീവിതം മുഴുവനും പട്ടിണി കിടക്കുന്ന പാവങ്ങളെ ഓർക്കുമ്പോൾ ഫയുസാരിഉ ബിർരിക്കത്തി വയുബാദിറു ബിൽ ഇഹ്സാനി, പാവങ്ങൾക്ക് നന്മ ചെയ്യാനും അവരോട് ഖേദം ഉണ്ടാവാനും ഈ നോമ്പ് അയാളിൽ കാരണമാവുന്നുണ്ടെങ്കിൽ ഈ നോമ്പ് അയാളുടെ ഏടിൽ ഉറപ്പായിട്ടുണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് അതാണെന്ന് മഹാന്മാര് എഴുതി വെക്കുന്നത്. ഉറപ്പായിട്ടുണ്ടാവും. കാരണം അവരിത് അനുഭവിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുക. അതാണ് രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. റമദാൻ നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മളെ റമദാൻ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലുള്ള ഒരു രണ്ടാമത്തെ കാര്യം അതാണ്. അങ്ങനെ നമുക്ക് സാധിക്കണം. നമ്മളെ നോമ്പ് കൊണ്ടൊക്കെ അത് നടക്കണമെങ്കിൽ നോമ്പാവണം. ഉസ്താലിമാൻ പറയുന്നുണ്ട്, നോമ്പാണ്. നമ്മളെ നാട്ടിൽ ഇന്ന് കാണുന്ന നോമ്പ് കൊണ്ടൊന്നും ഈ ആത്മീയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അത്താഴത്തിന് നല്ലോണം ഫുഡ് കഴിച്ച് നോമ്പ് തുറക്കും, നോമ്പ് മുറിക്കും, പിന്നെ മുത്താഴം, ലാസ്റ്റ് ഇവൻ പത്തായാവുന്നല്ലാണ്ട് വേറെന്താവാൻ ഒന്നും ആവില്ല. അത്രന് വേറെന്തപ്പം ഉണ്ടാവുക. നോമ്പുകാരന്റെ നോമ്പായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫലമൊക്കെ ഉണ്ടാവും. അത്തരക്കാര് മഹ്ശറിലെത്തുമ്പോ മനുഷ്യന്മാരെ വിചാരണക്ക് വിളിക്കുമ്പോ നോമ്പായിട്ടെടുത്ത നോമ്പുകാര് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂമിൽ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിന്റെ പ്ലേറ്റ് ഗ്ലാസിന്റെ ശബ്ദം കേൾക്കും. അപ്പൊ ഈ വിചാരണക്ക് വിളിച്ച് കഷ്ടപ്പെട്ട് വെയിലത്ത് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ ഒരു ചാണകലത്തിൽ സൂര്യന് ഉദിച്ചിട്ടുള്ള വിയർത്തൊലിക്കുമ്പോ ഈ മനുഷ്യന്മാര് ചോദിക്കും, ഏടുന്ന് ഈ ഫുഡിന്റെ മണവും ഒച്ചയിലും കേൾക്കണത്? അതാ താഴെ നിങ്ങളെ അടിച്ച് ചീക്കൻ കാലിങ്ങനെ വലിക്കുമ്പോ നോമ്പെടുത്ത മനുഷ്യന്മാരുണ്ട്, അവർക്ക് ഈ ഫുഡ് കൊടുത്തതാണ്. അങ്ങനത്തെ നോമ്പായി മാറണം. അതിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹിയയിൽ പറയുന്നുണ്ട്, നോമ്പെടുത്തിട്ട് ഇങ്ങനെ കണ്ണ് അല്ലെങ്കിൽ കാത് അല്ലെങ്കിൽ നിന്റെ കൈ അനാവശ്യത്തിന് പോവുക, പിന്നെന്ത് നോമ്പാവാനാ? ആ നോമ്പ് കൊണ്ട് എന്ത് കിട്ടാനാ?
വെറും പട്ടിണി കിടന്നുകൊണ്ട് മാത്രം എന്ത് നോമ്പ ഇപ്പൊ ആവേണ്ടത്? ഉച്ചവരെ പിടിച്ചു നിൽക്കാനുള്ള അത്തായം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ചില ആളുടെ അത്തായം അങ്ങനെയാ, കറക്റ്റ് ആയിരിക്കും. സാമ്പാർ വേണം, കൂട്ടുകറി ഉണ്ടാവണം, വെറുംചോറാണ് ഇഷ്ടം, മീൻ പൊരിച്ച കൃത്യമായിട്ട് ഉണ്ടാവണം, അങ്ങനെ കറക്റ്റ് ആയിരിക്കും. ഉച്ചവരെ പിടിച്ചു നിൽക്കാനുള്ളതായി. ഇനി ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു പട്ടിണി, അതിന്റെ വാശി നോമ്പ് മുറിയിലും തുറയിലും കഴിക്കും. ഈലയുടെ പട്ടിണി പിന്നെ എങ്ങനെയാ പാവങ്ങളോട് സ്നേഹം തോന്നല്? ഇയാൾക്ക് പാവങ്ങളോട് സ്നേഹം തോന്നണം എന്നുണ്ടെങ്കിൽ ഇയാൾ ആദ്യം പട്ടിണി അനുഭവിക്കണ്ടേ? പട്ടിണി അനുഭവിക്കുന്ന ആൾക്കല്ലേ ഈ സ്നേഹം തോന്നല്, പാവങ്ങൾ ഓർമ്മിക്കല്, പട്ടിണി പാവങ്ങളെ കുറിച്ച് ചിന്തിക്കല്. ഇതുണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ മനുഷ്യന്മാര് 3 ഈത്തപ്പഴം തന്നെ, 3 ഈത്തപ്പഴം തിന്നൽ സുന്നത്താണല്ലോ നോമ്പ് കുറിക്കുമ്പോ. മഗ്‌രിബ് കൊടുത്താല് അത് തിന്നൂല. എന്തുകൊണ്ട്? ഉസ്താദ് അനങ്ങാണ്ട് ഇന്ന് 3 ഈത്തപ്പഴലാവുമ്പോ സമൂസി പൊരിച്ചാല് തീരൂ. ഉസ്താദ് പറയുന്നു ഒന്നെന്നെ അങ്ങനെ ഒപ്പിച്ച് തിന്ന. ഈത്തപ്പഴം എനിക്ക് ഇഷ്ടമൊന്നുമല്ല. എങ്ങനെയുണ്ട്? സുന്നത്തിന് ഫർളിന്റെ കൂലി ഉണ്ട് എന്ന് കേൾക്കുക, എന്നിട്ട് ഈ അവസരങ്ങൾ വല്ലപ്പോഴേ ഈ അവസരമൊക്കെ നമുക്ക് കിട്ടുള്ളൂ, അത് എടുക്കാതിരിക്കുക എന്നല്ലല്ലോ വേണ്ടത്. അതല്ലല്ലോ സാധിപ്പിച്ചെടുക്കേണ്ടത്. ശരിക്കും നമ്മളെ മനസ്സിനെ ശുദ്ധിയാക്കി എടുക്കണം. ശരിക്കും നമ്മുടെ, അതുകൊണ്ടാണ് ഈ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞല്ലോ, ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാനാണ്. ഈ മുത്തഖിയാവുക എന്ന് പറയുന്നത് ഖുർആനിലെ ഒരു സ്ഥലത്തുണ്ട്, സൂറ ആലി ഇമ്രാനില്. അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഗുണങ്ങളിൽ ഒന്ന് വല്ലഅഫീന അന്നാസ് വൽ കാളിമീനൽ ഗൈദ്. മനസ്സ് ശുദ്ധിയുള്ളവരാണ് ഈ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞത്. മനസ്സ് ശുദ്ധിയുള്ളവർ അതായി തീരണം നമ്മൾ. അതിന് നോമ്പാക്കണം. നമ്മളെ കൈക്ക് നോമ്പുണ്ടാവണം, കാലിന് നോമ്പുണ്ടാവണം, കണ്ണിന് നോമ്പുണ്ടാവണം, ചെവിക്കും മൂക്കിനും നാവിനും എല്ലാത്തിനും. ഇമാം നബി റളിയല്ലാഹു പറയാൻ ശ്രമിക്കുന്ന ഒരു ആശയമുണ്ട്, വകസ്റു സൗറത്തിഹ അനിൽ ഫുളൂലി ബിൽ ജവാരിഹി. നിന്റെ ആ അവയവങ്ങൾ കൊണ്ട് അനാവശ്യമായ ഒരു കാര്യവും സംഭവിക്കാതിരിക്കലാണ് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മഹാനവറുകൾ പറയാം. അപ്പൊ നോമ്പിനെ കുറച്ച് മിണ്ടാണ്ടിക്കുക, അനാവശ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസനെ നിർത്തും. എത്ര ദർസ് എടുക്കുന്നതിനേക്കാൾ വലിയ കൂലി ലോകത്ത് എന്തെങ്കിലുണ്ടോ? അതെന്നെ നിർത്തി വെച്ചിട്ട് ഖുർആനിൽ എൻഗേജ് ആവുന്ന കിതാബിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കുറച്ച് ഖുർആനൊക്കെ ഓതട്ടെ, കുറച്ച് ഉണ്ടാക്കട്ടെ എന്ന് ചിന്തിക്കുകയാണ് അവര്. കാരണം അവർക്ക് അനാവശ്യം നിർത്താനില്ലല്ലോ, അവർക്ക് അനാവശ്യമില്ലല്ലോ. അപ്പൊ കുറച്ച് സംസാരമൊക്കെ ഒന്ന് നിർത്തുക, കുറച്ച് സംസാരം, അനാവശ്യങ്ങളൊക്കെ സംസാരമൊക്കെ നിർത്തുക, ഒന്ന് മിണ്ടാണ്ടിരിക്കുക, ടോക്കറ്റീവ് ആവാതിരിക്കുക. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ കുറെ അനാവശ്യങ്ങൾ സംസാരിക്കുമ്പോൾ നിന്റെ ഖൽബ് കേടുവരും. റമളാനല്ലേ, ആ മാസത്തിൽ ഒന്ന് പിടിച്ചിക്കുക. ഒരു ഗീബത്തും കേൾക്കൂല എന്ന് തീരുമാനിക്കുക. നമീമത്ത് കേൾക്കൂല, ഗീബത്ത് അറിയില്ല. ആ ഡ്രസ്സൊക്കെ ഒന്ന് നേരത്തെ എടുത്തു വെക്ക് മനുഷ്യന്മാരെ, പെരുന്നാളിന്റെ ഒക്കെ. എത്തിനാ ഈ ഒറ്റയിട്ട രാവിലെ കഴിഞ്ഞിട്ടുള്ള പകലോ അല്ലെങ്കിൽ അവസാനത്തെ 10ലോ? ഹറാമ് ഷുവർ നടക്കും തെരുവുകളിൽ, ഷോപ്പുകളിൽ, മാളുകളിൽ. നമുക്കറിയാലോ. എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നടക്കൂല, നമുക്കറിയാലോ. അതൊക്കെ ഒന്ന് നേരത്തെ എടുത്തു വെച്ചോ. അതിനിപ്പോ എന്താ പ്രശ്നം? നല്ല നീയത്തോടെ അല്ലേ അത്. ഇങ്ങനെ നോമ്പുകാരന്റെ ഒരു നോമ്പാക്കണം നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പിനെ. എന്നാൽ തീർച്ച ഈ പറഞ്ഞ ഫലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആ നോമ്പുകാരന്റെ അവയവങ്ങൾക്ക് വലിയ ആത്മീയ ശക്തി ഉണ്ടാവും. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരാളുടെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് കഴിഞ്ഞാൽ അയാൾക്ക് നന്മകൾ ചെയ്യാൻ ആവേശമായിരിക്കും. എങ്ങനെ? ഒരാളുടെ റമദാൻ അള്ളാഹു സ്വീകരിച്ചതിന്റെ അടയാളം ഇബ്നു റജബുൽ ഹംബലി തങ്ങള് പറയാണ്, സമറത്തുൽ ഇബാദത്തി വ ഖബൂലിഹ
അൽ ഹസനത്തു ബഅദഹ. കണ്ട, ഒരു നന്മ സ്വീകരിച്ചതിന്റെ അടയാളമാണ് അയാൾ അതേ നന്മ വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ശവ്വാൽ നോമ്പിനെ അള്ളാഹു പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഫിറ്റ് ചെയ്തേക്കുന്നത്. മാത്രമല്ല അത് ഫർലാക്കിയിട്ടുമില്ല, ഫർലും ആക്കിയിട്ടില്ലല്ലോ, സുന്നത്തായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. എന്തേ? അത് നോക്കാലോ നമുക്ക്. ചാൻസ് കിട്ടാൻ കളിച്ചിട്ട് ഓ തീർന്ന് കിട്ടിയല്ല റമദാന്. ഇല്ല മോനെ, അല്ലാടെ ശവ്വാല് മുമ്പ് നോക്കുന്നില്ലേ? അല്ല, ശവ്വാല് തീരുന്നതിന്റെ ഉള്ളിൽ നോറ്റാ മതിയല്ലോ, ഇപ്പം തന്നെ നോക്കണമെന്നില്ലല്ലോ. കണ്ട കടകള് സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹാ. അങ്ങനെ വേണ്ടേ? ഒരു നന്മ അള്ളാഹ് സ്വീകരിച്ചാൽ അതിന്റെ അടയാളാണ് അതേ നന്മ വീണ്ടും ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഒരാൾ RSC കാലത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്, അള്ളാഹ് കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ICF എത്തിയ സജീവമാണോ? അത്ര തന്നെ, അത്ര തന്നെ ഉണ്ട്. എനിക്ക് SSFന്റെ രസം കിട്ടുന്നില്ല എന്നൊന്നും പറയരുത്. ദൈവത്തിന്റെ ചാൻസ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. നോമ്പിന് റമദാന്റെ എല്ലാ മധുരവും പോയി എന്നല്ല, റമദാന്റെ മധുരം ഉണ്ടാവും, ശരിയാണ്. അങ്ങനെ ഒരു മധുരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എടുക്കുന്ന നോമ്പ് അള്ളാന്റെ പൊരുത്തത്തിലുള്ള നോമ്പാണ്. അനാവശ്യം ഒരു കലിമത്തും ഉണ്ടാതിരിക്കുക. അങ്ങനെ നോമ്പെടുത്ത് നോക്കി, നല്ല രസം ഉണ്ടാവും. അതിന് ഇന്റർനെറ്റാണ് നമ്മളെ തടസ്സമെങ്കിൽ ഓക്കെ, നമ്മളത് കൈകാര്യം ചെയ്യണം, കുറച്ചൊന്ന് മാറ്റി നിർത്തണം. ഇങ്ങനെ ജീവിതത്തിൽ നമ്മളെ അടിമുടി നന്നാക്കുന്ന നോമ്പെടുക്കുക തന്നെ മെയിനായിട്ട് വേണ്ട രണ്ടാമത്തെ കാര്യം. എന്നാലാണ് നമ്മുടെ ഖൽബൊന്ന് ശുദ്ധിയായി കിട്ടുക. ഒരനാവശ്യം പോലും മിണ്ടൂല മഹാന്മാരൊക്കെ, അല്ലെങ്കിലേ മിണ്ടൂല, റമദാനില് പ്രത്യേകിച്ചു. റമദാൻ നോമ്പ് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ സക്കാത്ത്, അതിന്റെ ഒരു ബന്ധമില്ലാത്ത ഇബാദത്താണ് നോമ്പ്, അതിന്റെ ഒരു ബന്ധമില്ലാത്ത ഇബാദത്താണ് നിസ്കാരം. കണ്ടോ? നിസ്കാരം അനങ്ങാൻ പറ്റൂല നിസ്കരിക്കുമ്പോ. നോമ്പ് അനങ്ങുന്നതിന് എന്താ പ്രശ്നം? സക്കാത്ത് അനങ്ങുന്നതിന് എന്താ പ്രശ്നം? കണ്ടോ? സക്കാത്ത് കൊടുക്കുമ്പോൾ വുളു ഉണ്ടാവുക, എന്ത് വുളു ഉണ്ടാവുക? നോമ്പ് എടുക്കുമ്പോൾ വുളു ഉണ്ടാവുക, എന്ത് വുളു ഉണ്ടാവുക? അതല്ലല്ലോ നിസ്കാരം. പക്ഷെ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് വെച്ചാല്, നോമ്പ് ഒരു പ്രതിരോധമാണ്. ശരിക്കും അസ്സൗമു ജുന്നത്തുന്ന, നോമ്പ് ഒരു പ്രതിരോധമാണ്. നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം പ്രതിരോധമാണ്. ഞാൻ മിണ്ടൂല, ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും, അനാവശ്യം ഒന്നും മിണ്ടൂല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഞാൻ അനാവശ്യം ഒന്നും മിണ്ടൂല. അങ്ങനെ തീരുമാനിച്ചാൽ അങ്ങനെ ഒരു റമദാനാക്കി മാറ്റാം നമ്മളെ റമദാൻ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂലിയില്ല കുറ്റമില്ലാത്ത വർത്താനം ഉണ്ടാവല്ലോ. നല്ല മഴയുണ്ടല്ലോ അല്ലെ പുറത്ത്, അതിനിപ്പോ എന്ത് നറ്റ കൂലി തരണ്ടേ? കാലാവസ്ഥ നിരീക്ഷകനാണ് ഉണ്ടാവും. എന്തിനാ കുറ്റം തരേണ്ടത്? ഒന്നും കുറ്റമല്ലല്ലോ, അത് കൂലിയില്ല കുറ്റമില്ല. ഇത് പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഒരാളോട് പറഞ്ഞു നല്ല മഴ ഉണ്ടല്ലോ, അത്രേ പറഞ്ഞിട്ടുള്ളൂ, നല്ല വെയിലുണ്ടല്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞാല് ആഖിറത്തിൽ 5 ചോദ്യം ഉണ്ടാവും. ഇത് പറഞ്ഞാല് ബാക്കിയില്ലല്ലോ അടുക്കട്ടെ. ഇത് പറഞ്ഞാല് എന്താ 5 ചോദ്യം? 5 ഇവിടെ പറയില്ല, ഞാൻ 1-2 സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി മനസ്സിലാവേണ്ടതാണ്. ഒന്ന്, നീ എന്തിനാണ് അത് പറഞ്ഞത്? ഒന്നാമത്തെ ചോദ്യം. മലക്കൾ തടഞ്ഞു വെച്ചിട്ടാ ചോദിക്കല് ഈ ചോദ്യം. അൽ ജവാഹിർ ഫി ശർഹിൽ അർബഈൻ നവവിയയിൽ കാണിത്. ഒന്നാമത്തെ ചോദ്യം അത്. 2, അത് പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എന്താ പ്രശ്നം ഉണ്ടാവോ? മൂന്നാമത്തെ ചോദ്യം എന്താ അറിയാം? ആ സമയത്ത് നിനക്ക് വല്ല തസ്ബീഹും ചൊല്ലിയിരുന്നെങ്കിൽ തസ്ബീഹിന്റെ കൂലി ഉണ്ടാവുമായിരുന്നില്ലേ?
അതാണ് ഗസാലി ഇമാം പറയുന്നുണ്ട്, ചില ആളിങ്ങനെ ഓരോ മസാല പിടിച്ചിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ജായിസാണ് 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 മറ്റതാണ്. ഉദാഹരണത്തിന് ഗീബത്ത് പറയൽ ജായിസാകുന്ന ചില സന്ദർഭം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാല് മുജാഹിദുകാരൻ അല്ലെങ്കിൽ വഹാബിയായ ഒരാളെ പുത്തൻവാദിയായ ഒരാളെ ഗീബത്ത് പറയാം. ഗസാലി ഇമാം പറയുന്നത് ആടിങ്ങനെ നീ ഗീബത്ത് മറന്ന് നടക്കല്ല വേണ്ടത്, ആടെ വല്ല തസ്ബീഹും ദിക്റും ചൊല്ലി നടക്കാൻ നോക്കുന്നു. ഇങ്ങനെ നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യാൻ ഈ റമദാനെ നമ്മൾ ഫോക്കസ് ചെയ്യും. അങ്ങനെ ചെയ്താലോ നല്ല രസമുണ്ടാവില്ല. അനാവശ്യങ്ങളൊന്നും ഉണ്ടെന്നില്ല, പരമാവധി നന്മകൾ മാത്രമുണ്ട്. ഈ റമദാനിൽ അതിന്റെ ഒരു പരിശീലനം തുടങ്ങാം നമ്മൾ. വേറൊന്നും ഇല്ലെങ്കിൽ തന്നെ, കാരണം അധികം ആള് നരകത്തിലെത്തുന്നത് നാവുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. രക്ഷപ്പെടട്ടെ. ഈ റമദാൻ അതിന്റെ ഒരു ഒരുക്കുകൂട്ടുള്ള റമദാൻ ആവട്ടെ. ഈ രണ്ടു ലക്ഷ്യത്തെ നമ്മൾ മുന്നിൽ കാണണം. ഒന്ന്, മുന്നേറ്റം, ഇബാദത്ത് വാരിക്കൂട്ട. രണ്ട്, ഡിഫൻസ്, പ്രതിരോധം. ഇത് രണ്ടും ക്ലിയർ ആണെങ്കിൽ ഒരു മനുഷ്യൻ പരാജയപ്പെടില്ല. കളി നടക്കുമ്പോൾ, ഫുട്ബോൾ കളി നടക്കുമ്പോൾ ഒരു ഗോള് അങ്ങോട്ട് ഇട്ടാൽ മാത്രം പോരാ, കുറെ ഗോൾ ഇട്ടാലും പോരാ, ഇങ്ങോട്ട് ഒരു ഗോളും വീഴാതെ നോക്കണം. പ്രതിരോധം, അസ്സൗമു ജുന്നത്തുൻ. അങ്ങനെയുള്ള നോമ്പുകാരന്റെ ഉറക്കിനാണ് ഇബാദത്ത് എന്ന് പറയാം. അല്ലാണ്ട് സുബീസ്കരിച്ചിട്ട് ഒറ്റ ഉറക്ക്, 12:30 പല്ലേച്ചിട്ട് നൂറുസ്കാരം, പിന്നെ ഒറ്റ ഉറക്ക്. ഇവന്റെ ഉറക്കി ഇബാദത്താ? നിങ്ങൾ എന്താ ഈ പറയുന്നു? എന്താ ഈ പറയണത്? ഒരു നോമ്പുകാരൻ നോമ്പുകാരനായി ഒരു അനാവശ്യ അവയവങ്ങൾ കൊണ്ടില്ല, പ്രത്യേകിച്ച് നാവ്, കണ്ണ്, ചെവി, ചിന്തകൾ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു നോമ്പുകാരൻ ഖുറാൻ ഓതിയിട്ട് അടമടക്കി വെച്ചിട്ട് ഉറങ്ങിപ്പോയാൽ ആ ഉറക്ക് യാ അല്ലാ എന്തൊരു ഇബാദത്തായിരിക്കും. അങ്ങനത്തെ ഒരു നോമ്പുകാരൻ പള്ളിയിൽ ഇങ്ങനെ ഉറങ്ങുക. അന്നേരം ഇബിലീസ് ഒന്നാമത്തെ സഫിൽ ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കരിക്കുന്ന ആളെ പിഴപ്പിക്കാൻ വേണ്ടിട്ട് ഇബിലീസ് പോകാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോ ഇബിലീസിന് എങ്ങനെ പോകാൻ കഴിയാത്ത പോലെ, ഇബിലീസ് ഒരു മൂത്രയിക്കാൻ മുട്ടിയ കളി, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട്. അപ്പൊ ഒരാൾ ചോദിച്ച്, നീ എന്താണ് ഈ കുറെ സമയം ഇവിടെ? അന്നേരം പറഞ്ഞ, ആ നിസ്കരിക്കുന്ന ആളെ നമുക്ക് പിഴപ്പിക്കണമായിരുന്നു, എന്നിട്ട് എന്താ പോവാത്തത്? അല്ല, ഇവിടെ വേറൊരാൾ ഉറങ്ങുന്നുണ്ട്. ഏ, നിസ്കരിക്കുന്ന ആളെ എനിക്ക് പിഴപ്പിക്കണോ? ഉറങ്ങുന്ന ആളെ എനിക്ക് പേടി, നീ എന്ത് പൊട്ടനാടാ? അപ്പൊ ഇബിലീസ്, ഈ ഉറങ്ങുന്ന ആളെ നോമ്പോറ്റുള്ള ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതാണ്. അപ്പൊ അവൻ വിടുന്ന ഓരോ ശ്വാസവും എന്നെ കത്തിച്ച് കളയുന്ന ബോംബാണ്, ബോംബ്. അവന്റെ അടുത്തൂടെ പോയ ഞാൻ കത്തിച്ച അമ്പലവും. അതുകൊണ്ട് ആ ചങ്ങായിനെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. ഒരു ജീലാനി തങ്ങളെല്ലാം നോമ്പിന്റെ ഹാലേ, അങ്ങനെ ആവണം മനുഷ്യന്മാരെ നമ്മളെല്ലാം. നോമ്പ്, നല്ല നോമ്പ്, അടിപൊളി നോമ്പ് വേണം. അടുക്കള പണിയെല്ലാം കുറച്ച് മതി, കുറച്ച് മതി. സ്വഹാബത്തിന് അത്താഴം കഴിക്കാൻ ഫുഡില്ല, പാടത്തിൽ പണിയെടുത്ത് വെയിലില് പണിയെടുത്തിട്ട് മഹാന്മാരായ സ്വഹാബത്ത് ക്ഷീണിച്ച് നോമ്പുറിക്കാനില്ലായിട്ട് പിറ്റേന്നും അവര് അത്താഴം കഴിക്കാണ്ട് നോമ്പുവറ്റ്, എന്നിട്ട് 2.5 ദിവസം കഴിഞ്ഞപ്പോ ഒരു സ്വഹാബി ബോധം കെട്ട് വീണത്രേ. പാവം. സ്വർഗത്തിലെ രാജാക്കന്മാരെ കഥയെ പറയുന്നു. എത്രയാ കടി, എത്രയാ പലഹാരം. ഈ രണ്ട് വിഷയം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. മുന്നേറ്റവും പ്രതിരോധവും. മൂന്നാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത്, റമദാനിന് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ട മറ്റൊരു പാർട്ട്, 2 ഏരിയ കൂടി പറഞ്ഞ് അന്ന് സംസാരം നിർത്താം. മറ്റൊരു പാർട്ട് എന്താന്ന് വെച്ചാല്, നന്നായിട്ട് ഖുർആൻ എന്നുള്ളത്. കാരണം ഷഹ്റുൽ ഖുർആനായിട്ട് അറിയപ്പെടുന്ന മാസമാണ് റമദാൻ. ഷഹ്റുൽ ഖുർആൻ, അതാണ് റമദാൻ എന്ന് പറയുന്നത്. ഷഹ്റുൽ ഖുർആൻ.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 60 ഖത്ം ഓതി തീർക്കുമല്ലോ റമദാനിൽ. എൻ്റെ പണ്ടൊക്കെ ഇങ്ങനെ അതിങ്ങനെ ഭയങ്കര അത്ഭുതം തന്നെയാണ്, കറാമത്ത് തന്നെയാണ്, കറാമത്തല്ല എന്നല്ല. പക്ഷെ എന്നാലും ഖുറാത്തങ്ങൾ ഉപ്പാപ്പയൊക്കെ 27 ഖത്ം ഒരു റമദാനിൽ ഓതി തീർത്തു എന്ന് കേൾക്കുമ്പോ നമ്മുടെ മുന്നിൽ ജീവിച്ചു പോയ മനുഷ്യന്മാരും ഓതി തീർക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴാണ് നമ്മുടെയൊക്കെ അലസതയും മടിയൊക്കെ നമുക്ക് ബോധ്യമാണ്. ഒരു ഖത്ം ഓതി തീർത്താൽ തന്നെ നമുക്കെല്ലാം വലിയ അത്ഭുതം. ഞാൻ ഈ അടുത്തൊരു പരിപാടിക്ക് പോയപ്പോ സംഘാടകരിൽപ്പെട്ട ഒരാളെ, കർണാടകയിലാണ് അയാള് എന്നോട് പറഞ്ഞു, അയാള് റമദാനില് ഉള്ള ഖുർആാനോത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് റമദാൻ അല്ലാത്ത കാലത്ത് തന്നെ മാസത്തിൽ ഒരു ദിവസം ഖുർആൻ ഓതാനായിട്ട് ഇരിക്കും അത്ര മൂപ്പർ. ശരിക്കും കേൾക്കണേ പറയുന്നത്. എല്ലാ ദിവസവും മൂപ്പര് ഒരു ജ്യൂസ് ഓതിയിട്ട് ഒരു മാസം കൊണ്ട് ഒരു ഖത്മ ഓതി തീർക്കും. എപ്പോ? റമദാൻ അല്ലാത്ത കാലത്ത്. മാസത്തിൽ ഒരു ദിവസം ഖുർആൻ ഓതാനായിട്ടിരിക്കും. മൂപ്പര് പറയുന്ന വാക്കന്നെ ഞാൻ ഇവിടെ എടുത്ത് ഉദ്ധരിക്കാം. എന്താ പറഞ്ഞാ, പക്ഷെ ശരിക്കും ഒരു ഖത്മ ഓതി തീർക്കലൊന്നും അങ്ങനെ ഭയങ്കര ടാസ്ക് ഒന്നല്ല നമ്മൾ അതിന് ഇരുന്നാല്. എന്നിട്ടും പിന്നെ 8 മണിക്കൂർ ബാക്കിയുണ്ട്. 16 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ ഓതി തീർക്കാം എന്നാണ് എന്റെ അനുഭവം. ഞാൻ മാസത്തിൽ ഓതുന്നല്ലേ. എന്താ മനുഷ്യന്മാരെ നമ്മളൊക്കെ പറയല്. ഇവരൊക്കെ ഈ സിറാത്ത് പാലത്തില് ലൈറ്റ് കത്തിച്ച് പോകുമ്പേ ഈ ഖുർആൻ ഒരെ വെറുതെ ആക്കോ? ഖുർആൻ ഒരാളെ വെറുതെ ആക്കോ? ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതു മക്കളെ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, ഓതുന്ന ആളെ സ്വർഗത്തിൽ എത്തിക്കാൻ ഖുർആൻ വരൂന്ന് മുത്തനബി പറഞ്ഞല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഈ മഹാന്മാരിൽ ഓതിയത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തുനിന്ന് ആയിരക്കണക്കിന് ഖത്മ ഓതി തീർത്ത സ്ഥലമാണത്. അബൂബക്കർ ബിൻ അയ്യാഷ് ഞങ്ങളുടെ റൂമിൽ നിന്ന് അബൂബക്കർ ബിൻ അയ്യാഷ് ഞങ്ങള് 18,000 ഖത്മ ഓതി തീർത്തിട്ടുണ്ട്. ചില മഹാന്മാര് പറയുന്നുണ്ട്, എന്റെ വീടിന്റെ ഏത് മൂലക്കൊന്നും ഞാൻ ഖത്മ ഓതി തീർത്തിട്ടുണ്ട്. ഞാൻ ഖത്മ തീർക്കാത്ത വീടിന്റെ മൂലകളില്ല. നമുക്ക് മൊബൈല് കിട്ടി, മറ്റും കിട്ടി, നമ്മളങ്ങ് പോയി. റമദാനിലെങ്കിലും, റമദാനാണ് കേട്ടോ. ഷാഫി ഇമാം റഹിമഹുള്ള എന്തൊരു പാവം ജീവിതാണ്, എന്തൊരു പാവാണ്. പഠിക്കാന് മുതിർന്നപ്പോ പഠിക്കാന് എഴുതാനുള്ള പേനയും എഴുതി വെക്കാനുള്ള പേപ്പർ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് വിരലിന്റെ മേലെ വിരലോണ്ട് എഴുതുന്ന ആളാ പാവം. കശാപ്പ് ശാലയിൽ പോയിട്ട് എല്ലുകൾ എടുത്തു വന്നിട്ട് ആ എല്ലിന്റെ മേലെ ഇൽമ എഴുതി വെച്ച് ഒരു റൂം മുഴുവൻ എല്ല് നിറഞ്ഞ ആളാ. ഫീസ് കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തു നിൽക്കേണ്ട അവസ്ഥ വരെ ആ ഷാഫി ഇമാമിന് കാലം ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം രോഗങ്ങളാ, എന്തെല്ലാം പരീക്ഷണങ്ങൾ. മൂലക്കുരുവിന്റെ അർശസിന്റെ ഒക്കെ അസുഖം വന്നിട്ട് ഷാഫി ഇമാം ഇരിക്കുന്ന കസേര കോട്ടയാക്കിയിട്ട് ഇരിക്കല്. താഴെ ഒരു ചെമ്പ് പാത്രം ഉണ്ടാവും ബ്ലഡ് ഇങ്ങനെ ഉറ്റാന്. ചിലപ്പോ ചുടുവെള്ളത്തിൽ ഇരിക്കും അവിടെ പഴുപ്പ് പോകാൻ വേണ്ടിയിട്ട്. ചുടുവെള്ളത്തില് ഫത്താവൽ ഹദീസയിൽ കാണാം, കഴുത്തു മുതല് പൊക്കിള് വരെ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് 8 അല്ലെങ്കിൽ 9 രോഗങ്ങൾ ഉണ്ടായിരുന്നു. 8 അല്ലെങ്കിൽ 9 രോഗം. ഒരു രോഗം മതി ഒരാളെ കൊല്ലാൻ. എന്തെല്ലാം മാരക രോഗങ്ങളാ ആ പാവം നേതാവിനുണ്ട്. എന്നിട്ടും റമദാനിൽ 2 ഖത്മ്, പകലൊന്ന് രാത്രി ഒന്ന്. ബിനജൽ അസ്കലാനിയുടെ തവാലി തഹ്സീസിലുണ്ട് ഇതൊക്കെ നിസ്കാരത്തിൽ ഓതുന്നതിന്റെ പുറമെയാണ് ഈ പ്രകാശ ഗോപുരങ്ങളുടെ മദ്ഹബിന്റെ അനുയായികളല്ലേ നമ്മള് ഓതി തീർക്കണം. ഖുറാത്തങ്ങൾ അവതരിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? അതെല്ലാം സിമ്പിളാണ്. ഞാനൊരു റമദാനില് കുറച്ച് ശ്രമിച്ചിരുന്നു ഓതിയപ്പോ 27 ഖത്മ് തീർത്തിന്. 27 ഖത്മ് 30 ദിവസത്തിനുള്ളിൽ. ഒരു മലയാളി മനുഷ്യൻ, ഏതെങ്കിലും ഇബ്നു ഹജർ അങ്ങടെ കാലക്കാരനല്ല, നമ്മളെ കാലത്ത് നമ്മളെ മുന്നിൽ നിന്ന് നടന്ന മഹാമനുഷ്യ.
ഓതണം ഓതണം ഓതണം, നമ്മൾ ഓതൽ തന്നെ വേറെ. ഇപ്പൊ ഉറക്കം വരുന്ന ലുഹർസ്കാരങ്ങിൻ്റെ ഓതാ, ലുഹറിന് ക്ഷീണമുണ്ട് അസറിന്റെ ഓതാ. ഈ ഹവൻ നഫ്സിന്റെ കളിയിലൊന്നും നമ്മൾ പെട്ടുപോരുത്. ഇബിലീസിനെ കെട്ടിയിട്ടാലും നമ്മളെ തടീച്ച ഇനിയും ഒരു കടി കൂടി തിന്നോളി, മറ്റേത് ടേസ്റ്റ് നോക്കിക്കോളി, അമ്മായി നിങ്ങൾക്കായിട്ട് ആക്കിയതല്ലേ എന്നൊക്കെ പറയും അവൻ നഫ്സ്. കുറച്ചുറങ്ങിക്കൂടെ? മതിയാക്കി ഉറക്കൊക്കെ, മതി ഉറക്കൊക്കെ. ഖബറിലെ സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ ഇവിടെ പണിയെടുക്കണ്ടേ നമ്മള്? മനുഷ്യരെ, കൂട്ടുകാരെ, നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹ് നമുക്ക് പൊന്നുപോലെ തന്ന റമദാന് തിരിച്ചു പോകുമ്പോ സന്തോഷത്തോടെ യാത്രയൊക്കെ നമുക്ക് പറ്റണം. ഓരോരുത്തരും തീരുമാനിക്കുക. ഖുറാൻ ഉപ്പാപ്പന്റെ ആ വർത്തമാനങ്ങൾ നമ്മളെ ചെവിയിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വലിയ പണിയൊന്നുമില്ല. ഞാന് അറിയിക്കാൻ വേണ്ടി പറയുന്നല്ല, ഞാൻ 27 ഖത്മ് തീർത്തിട്ടുണ്ട്. താജുൽ ഉലമക്ക് 2 ദിവസം വേണ്ടി ഒരു ഖത്മ് തീർക്കാണ്. നോർമൽ ഓത്തിനെ കുറിച്ചാ പറയണം. ഓതി തീർക്കണം. 70,000 ഖത്മ് ഓതി തീർത്ത് വഫാത്തായ മനുഷ്യന്മാരുണ്ട്, മഹാന്മാരുണ്ട് ചരിത്രത്തിൽ. ഈ രോഗം പിടിച്ച കാലത്തും ഷാഫി ഇമാമിന്റെ ഖത്മ് എത്ര. അപ്പൊ ഷാഫി ഇമാമ് റമദാൻ കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുമ്പോ മലക്കൾക്ക് എന്തൊക്കെ കൊടുക്കല്, എത്ര തറാവി, എത്ര സുന്നത്തസ്കാരം, 30 നോമ്പ്, തികച്ച നോമ്പ്, അതിന്റെ കൂടെ അമ്മക്കൊന്നും ഇല്ലാത്ത 60 ഖത്മുകൾ. കണ്ടോ? വിത്തറിന്റെ അവസാനത്തെ റക്കാത്തില് വലല്ലാലിങ്ങിട്ട് ആമീൻ പറഞ്ഞിട്ടേ പിന്നെ അബു ഹനീഫ തങ്ങൾ അൽബക്കറ തുടങ്ങും വിത്തറില്, പിന്നെ അലി ഇമ്രാന്, നിസാ, മായിദ, അംഫാൽ, അറാഫ്, പിന്നെ സൂറത്തു നാസിൽ അവസാനിക്കുക. എന്നിട്ട് ആ വിത്തറിൽ അവസാനത്തെ റക്കാത്തിൽ സലാം വിട്ടല് അബു ഹനീഫ റളിയല്ലാഹു അൻഹു. നമുക്ക് ഖുർആനൊത്ത് ഇഷ്ടമാണ്, ഇഷ്ടമാണ്, പ്രേമാണ്. ഈ ചെറിയ ചോട്ട മക്കളെല്ലാം നിങ്ങൾ കണ്ടിന? ചോട്ട മക്കളെ പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ? ഹാഫിളി, അത്ഭുതം സൃഷ്ടിച്ച ബാലൻ, എന്നാൽ ഇന്ന സ്ഥാപനത്തിൽ അഭിമാനം, 10 മാസം കൊണ്ട് ഖുർആൻ ഹാഫിൾ. ആ കുട്ടീന്റെ എല്ലാം തലച്ചോറ് എങ്ങനെയാ ഖബറില് പുഴുക്കൾ തൊടാൻ വിചാരിക്കോ? തൊട്ടുപോലല്ല. എത്രായിരം ഖത്മ ആ ചോട്ട മോന്, ബുദ്ധിമാൻ, അവന്റെ നാവ് കൊണ്ട് ഓതി തീർത്തിട്ടുണ്ടാവുക. ഈ ചോട്ട ഈ ചോട്ട മക്കളെ ആഫിലിങ്ങളെ കാണുമ്പോ തന്നെ ഒരു പേടിയാ. 10 ആളെ റെക്കമെൻഡ് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള അധികാരമുണ്ട് ആ മക്കൾക്ക്. 10 ആളെ. ചില റിപ്പോർട്ടിൽ 40 മനുഷ്യന്മാര്. കാരണം അഹ്ലുൽ ഖുർആനിഹും അഹ്ലുല്ലാഹി വഖാസത്തു. അള്ളാന്റെ സ്പെഷ്യൽ ടീമാണ് ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവർ. ഈ ഹാഫിലീങ്ങളായ മുത്തല്ലിങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കിയ ഉമ്മമാരെ, ഉപ്പമാരെ. ഈ ചോട്ട മക്കൾ ആകെ ചെറിയ വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ്, അല്ലെങ്കിൽ 8ാം ക്ലാസ്, 9ാം ക്ലാസ്. എത്രായിരം തവണ ഓതി തീർത്തിട്ടുണ്ടോ? ഈ ഓനോട് ചോദിച്ചു നോക്കിയേ. അംബിയയിൽ നിന്ന് 66ാമത്തെ ആയത്ത്, സൂറത്ത് യൂനുസിന്റെ 8ാമത്തത്. പട്ടപ്പട്ട ഓതല്. ഈ പിള്ളേരെ മുമ്പിൽ ആഖിറത്തിൽ നമ്മൾ ഈ വേല അന്ത നീളമായിട്ട് നമ്മൾ എന്താ ചെയ്യ? എന്താ ചെയ്യ? സുബ്ഹാനല്ലാഹ്. അത് മൈക്ക് കട്ടായിട്ടുണ്ടോ? ധാരാളം ഖത്മ തീർക്കണം. റമദാൻ താങ്ങണം. വദുആഉഹു മുസ്തജാബ്. മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്. കറക്റ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. കറക്റ്റ് ഒരു ടൈം ടേബിൾ ഉണ്ടാവണം.
ഒരു ടൈം ടേബിൾ നിശ്ചയിക്കണം. തഹജ്ജുദ് മുതൽ ഉറങ്ങാൻ നേരം വരെ ചൊല്ലി തീർക്കേണ്ട തസ്ബീഹ്, ഓതി തീർക്കേണ്ട ഖുർആൻ ജുസുകൾ, ചെയ്തു തീർക്കേണ്ട റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, മറ്റു അനുഷ്ഠാനം, ഇതെല്ലാം ടിക്ക് ചെയ്ത് പോകണം. ഒന്നും മിസ്സാവരുത്. ഇൻഷാ നല്ലോണം ദ്വാരക്കണം. ഈ ദ്വാരക്കാൻ മടി ഉണ്ടാവുക എന്ന് പറയുന്നത് കിബറിന്റെ അടയാളാണ്. ഞാൻ അങ്ങനെ കുറെ സമയം ദ്വാരക്കില്ല, അങ്ങനെയൊന്നും പറയരുത്. നല്ലോണം അള്ളാഹിനോട് ദ്വാരക്കണം. റമദാൻ നല്ലോണം ദ്വാരം. അത്താഴ സമയത്തൊക്കെ ഉറങ്ങാനൊക്കെ നമ്മളെ ശരീരം നമ്മളോട് പറയും, ഒരു 10 മിനിറ്റും കൂടി ഉണ്ട് ബാങ്ക് കൊടുക്കാൻ, ഉമ്മ വിളിക്കണേ, ചെറിയ ക്ഷീണുണ്ട് എന്നെല്ലാം പറയും. ആ ഉറക്ക് പിന്നെ എപ്പെങ്കിലൊക്കെ ഉറങ്ങ മോനെ, പിന്നെ ഉറങ്ങ മോനെ. ഇപ്പൊ നമുക്ക് നല്ലോണം ഇബാദത്ത് ചെയ്യാനുള്ള കാലമായിട്ട് റമദാനെ കാണണം. അള്ളാഹു തൗഫീഖ് ആക്കട്ടെ. അള്ളാഹു മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് മഹാന്മാരുടെ റമദാനായി നമ്മുടെ റമദാനും അനുകൂലമായി കിട്ടാൻ അള്ളാഹുവെ നീ നമ്മളെ സഹായിക്കണേ റഹ്മാൻ. നിന്റെ തൗഫീഖ് നമുക്ക് നൽകണേ റഹ്മാൻ. നമുക്ക് ഈ പരിപാടിയുടെ സംഘാടനം വഹിച്ച് മാസാമാസം വിശേഷിച്ചുള്ള മാസങ്ങളൊക്കെ വരുമ്പോൾ, റജബ്, ഷഅബാൻ, റമദാൻ, റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലാസ് അൽഹംദുലില്ലാ ധാരാളം ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ക്ലാസ് സംഘടിപ്പിക്കുന്ന മാട്ടൂൽ മൻശർ ഒരുപാട് നന്മകളുടെ കേന്ദ്രമാണ് മാട്ടൂൽ മൻശർ. അതിനോട് ചേർന്ന് നിന്ന് പലരും ഖബറിലാണ്. വാടിക്കൽ സുബൈർ ഹാജി അടക്കം അള്ളാഹു അവരൊക്കെ ഖബർ സ്വർഗാക്കട്ടെ. മസൂദ് സക്കാഫി ഉസ്താദിന്റെ ഖബർ അള്ളാഹു സ്വർഗം ആക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ദർജ അള്ളാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. മസൂദ് സക്കാഫി ഉസ്താദിന്റെ ഖബറിലേക്ക് നമ്മൾ മാട്ടൂൽ മൻശർ എന്ന സ്ഥാപനത്തിലേക്ക് 313 രൂപ ഇന്ത്യൻ രൂപ ചാലഞ്ച് ഉണ്ട്. റമദാനിലെ കാര്യങ്ങളും അതേപോലെ മറ്റൊക്കെ മുത്തല്ലിമീങ്ങൾ ധാരാളം പഠിക്കുന്നുണ്ട്. നമുക്ക് പറ്റുന്ന എല്ലാ ആൾക്കാരും ഇവിടെ സംഘാടകർ നൽകിയിരിക്കുന്ന അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് റമദാൻ അനുകൂലമായി കിട്ടണം എന്ന് വിചാരിച്ച് എല്ലാ ആൾക്കാരും, കഴിവുള്ള എല്ലാ ആളും, ദുആ എന്തായാലും തീർന്നിട്ടേ നമ്മളൊക്കെ പിരിഞ്ഞു പോകാൻ പറ്റുള്ളൂ. ചെറിയൊരു ദുആ നടക്കും. എല്ലാ ആൾക്കാരും അതിൽ ഭാഗവാക്കാവണം. എല്ലാവരും ഇൻഷാ അല്ലാഹ്. അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇവിടെ സംഘാടകര് ഇട്ടുകൊണ്ടിരിക്കും, അത് ഉപയോഗിക്കുക. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ സംഘാടകര് സൂചിപ്പിച്ചിട്ടുണ്ട്. ധാരാളം ഇഖ്ലാസ് സൂറത്തും ഞാരിയ സ്വലാത്തൊക്കെ ചൊല്ലി തീർത്ത മജ്ലിസാണ്. അതൊക്കെ നമുക്ക് തവസ്സുലാക്കി ദ്വാരക്കണം. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയകാഫി മസീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ നമ്മളെ മജ്ലിസ് നീ സ്വീകരിക്കണേ. ഏറ്റവും മനോഹരമായ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് വാരിക്കൂട്ടുന്ന റമദാനായി നീ നമ്മളെ ഖബൂലാക്കണേ റഹ്മാൻ. അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തേറണേ റഹ്മാൻ. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ റഹ്മാൻ. ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കും. നമ്മളെ നന്നാക്കണേ റഹ്മാൻ. നമ്മുടെ ജീവിതം നന്നാക്കി തരണേ റഹ്മാൻ. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഇതിന്റെ സംഘാടകർക്ക് നീ വലിയ പ്രതിഫലം നൽകണേ. ഗർഭിണികളുണ്ട്, ധാരാളം ആൾക്കാർ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. പ്രഗ്നന്റ് ആണ്,
ട്വിൻസാണ്. അള്ളാഹു ആ മക്കളെ നീ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ആ ഉമ്മക്ക് ഒരു വിഷമമില്ലാത്ത പ്രസവം നൽകണേ ഇവിടെ മനുഷ്യന്റെ ചെറിയൊരു ചാലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ അതിന് ഭാഗവാക്കായവരാണ് ഇവിടെ ഉള്ളവർ. എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ എല്ലാവരും അതിലേക്ക് 310 നല്ല നീയത്തോടെ. വലിയ സ്ഥാപനല്ലേ, നമുക്കറിയാലോ ചെലവും കാര്യം. നമുക്ക് കഴിയുന്ന പോലെ എല്ലാവരും സഹകരിക്കണം. അള്ളാഹുവെ നീ ബർക്കത്ത് ചെയ്യണേ അവസാനം മരിക്കുമ്പോ കാമില ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്താക്കണേ ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ വിശേഷം ധാരാളം ആൾക്കാർ പല ആഗ്രഹങ്ങളും പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ. മരണപ്പെട്ടു പോയവരുടെ ദർജ വർദ്ധിപ്പിച്ച് അവരുടെ ഖബർ സന്തോഷാക്കണേ. അവസാനം മരിക്കുന്ന സമയത്ത് കാമില ഈമാൻ നൽകണേ. കുട്ടികളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ. ഇണകൾ അന്വേഷിക്കുന്നവർക്ക് നല്ല ഇണകളെ കൊടുക്കണേ. ബിഫളിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. വളരെ നല്ല രീതിയിൽ പരിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കങ്ങളും റമദാനിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ നന്നായി ഉസ്താദ് നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഉസ്താദിനുള്ള ആരോഗ്യമുള്ള ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം നമുക്ക് ക്ലാസ് എടുത്ത് നൽകാനും സുന്നത്ത് ജമാഅത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിക്കാനും റബ്ബ് തൗഫീക്ക് നൽകട്ടെ. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. നേരത്തെ ഉസ്താദ് പറഞ്ഞ മനുഷ്യയിലേക്കുള്ള 313 ചലഞ്ചിലേക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് മുതാലിമീങ്ങളും ആലിമീങ്ങളും ഒക്കെ ദർസ് നടത്തുന്ന അവിടെ എല്ലാ ദിവസവും ദുആ മജ്ലിസ് നടക്കുന്ന സദസ്സുകൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.